കർക്കിടക മാസം 15-ാം ദിവസം സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു. സത്യമാത്രേ നീ പറഞ്ഞതടോ സഖേ, ബാലിയെച്ചെന്നു വിളിക്ക യുദ്ധത്തിനു. കാലം കളയരുതേതു വിനിയടോ, ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു. പാലനം ചെയ്തു കൊൾവൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നിതു, കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. അർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ 4 മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി. യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പ്രത്യുരുഗതും മറഞ്ഞു നിന്നിടിനാൾ. പ്രത്യുരുഗവും മറഞ്ഞു നിന്നിടിനാർ. മിത്രഭാവേന രാമാദികളന്നേരം ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ. മിത്രതനയനും വക്ഷസ്യ കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ 10 വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായതു. രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം. മിത്രാത്മജനേതോ വൃത്രാരിപുത്രനെ ഇത്തം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശ ശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തിലതു നേരം. വൃത്താരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ. മിത്രതനയനും സത്വരമർത്തനായി വൃത്രാരിപുത്രനും ആലയം പുക്കിതു. വിസ്ത്രത്തനായി വന്ന മിത്രതനയനും പ്രത്യേരുകാന്തികെ നിന്നരുളിയിടിന. മിത്രാന്വയോത്ഭുതനാകിയ രാമനോട് എത്രയുമാർത്യാപരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിൽ ആർത്തതറിഞ്ഞീല ഞാനയ്യോ. ചിത്തത്തിൽ ഓർത്തതറിഞ്ഞീല ഞാനയ്യോ. വദ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണ നാം നിന്തുരുവടിതാൻ തന്നെ. സത്യം പ്രമാണമെന്നോർത്ത അതും പുനരെത്രയും പാരം പിഴച്ചൂതയാനിതേ. സത്യസന്ധൻ ഭവാനെന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗതി വത്സലാം. വ്യർത്ഥമത്രേ ശരണാഗത വത്സലാം. മിത്രാത്മജോക്തികൾ ഇത്തരമാകൂലാൽ ശ്രുത്വാ രഘുത്തമൻ ഉത്തരം ചൊല്ലിനാൻ. രത്നാശ്വനേത്രനായി ആലിംഗനം ചെയ്തു. ചിത്തേ ഭയപ്പെടാകേതുമേ മമസഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു. മിത്രകാദിത്വമാശങ്ക ഞാനന്നേരം മുക്തവാനായതില്ലസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമം വരായ്വാനോരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവൻ നിനി. ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശനപുത്രനാം അഗ്രജൻ മൃത്യുവശകൻ എന്നുറച്ചിടു നീ. സത്യമിതമകം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. ഇത്തം സമാശ്വസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ. മിത്രാത്മജങ്ങളെ പുഷ്പമാല്യത്തെ നീ ബദ്ധാവിരവോടയക്ക യുദ്ധത്തിനായി. ശത്രുഘ്നപൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയച്ചിടിനാൻ. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരീർത്താ. മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ. ശ്രുത്വാദി വിസ്മൃതനായൊരു ബാലിയും പരികരം യുദ്ധായ സത്വരം. ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്ത് ഭർത്തരഗ്നേ ചെന്ന് ബദ്ധാശ്വയനേത്രയായി. മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തോരു ശങ്കയുണ്ടുള്ളിലെനിക്കതു കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളോരു മിത്രമവനുണ്ടോ പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൻ. ബാലേ ബലാലൊരു ശങ്കയുണ്ടാകുല. കയ്യയച്ചിടു നീ വൈകരുതേതുമേ. നീയൊരു കാര്യം ധരിക്കേണമോ മലെ. ബന്ധുവായാരായുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ. ബന്ധമായുണ്ടായ അവനേകനെന്നാകിലോ
ഹന്തവ്യനെന്നാൽ അവനു അറിക നീ, ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ, ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ള ലളച്ചതു ചൊല്ലു നീ, വൈരിയക്കൊന്ന് വിരവിൽ വരുവൻ ഞാൻ, ധീരത കൈക്കൊണ്ടിവിടെ നീ വല്ലവേ. താരയും ചൊന്നാളതു കേട്ടവനോടും, വീരശിഖാമണേ കേട്ടാരുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയതു താനേ മമ സൂതനം അങ്കദനം നേരം താനേ മമ സുതനങ്കദനം നേരം കേട്ടോരു ദന്തം എന്നോട് ഒന്നാനതും, കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടെ നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരും നേടിനാൻ ദണ്ഡകാനനെ ധന്യാസനായി തപസ്സു ചെയ്തിടുവാൻ. ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നുടെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു. തൽക്ഷണം ഋഷ്യമുഖാചലേ വന്നിതു മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴയെന്ന് അന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ട് അഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്താരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ. മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സത്വരമർക്കത്തനയുനുമന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവൻ എന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു. വന്നതിപ്പോൾ അതുകൊണ്ടു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാച്ചു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊൾകയിളമയായി. യായി രാമം നീ ശരണമായി വേഗേന പാഹി മാമാങ്കതം രാജ്യം കുലഞ്ചതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധോ വ്യാകുലഹീനം പുണർന്നനുരാഗവേശേന പറഞ്ഞിതു ബാലിയും സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായി കേതുമേ. നാസ്തി ഭയം മമ വല്ലവേ കേൾക്ക നീ, ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ, രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു. ഭൂമി പാരാകരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ, പക്ഷഭേദം ഭഗവാനില്ല നിർണയം. നിർഗുണനേകനാത്മാരാമനീശ്വരൻ തച്ചരണാംബുജെ വീണു നമസ്കരിച്ചിച്ചയാ. ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങ് പോരുവൻ നൽഗൃഹത്തിങ്കൽ ഉപകാരവുമേറും. സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്ക നീ, തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും. അന്യഭാവം പരമാത്മാവിനില്ലല്ലോ, ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ. ഭക്തിയോ പാർക്കിലെന്നോളമില്ലാർക്കുമേ, ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനി പുഷ്കരലോചനേ. പൂർണ്ണഗുണാംബുദേ ഇത്തമാശ്വസ്യ വൃത്രാരാധിപുത്രനും ക്രുദ്ധനായ സത്വരം ദത്വാ പരികരം നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവൻ സുഗ്രീവനെ കൃത. താരയുമശ്രുഗണങ്ങളും വാർത്താരൂഢതാപമകത്വ പൊക്കിയിടിനാൻ പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലുനില്ലെന്നണഞ്ഞൊരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ. ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രകരിച്ചിരിക്കവേ, കെട്ടിയും കാൽകൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തല തങ്ങളിൽ കൊട്ടിയും ഏറ്റം പിടിച്ചും കടിച്ചും അങ്ങൂച്ചത്ത് വീണും വിരണ്ടും ഉരുണ്ടും ഉൾച്ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും ആടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും കൂടെ വിയർക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുദ്ധപ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടികളൂർക്കയും വാർത്തിസ്തുതിക്കയും കാലനും കാലകാലൻ താനുമുള്ളവർ ബാലി സുഗ്രീവ യുദ്ധത്തിനു വാദൃഢം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ, രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരർത്തുകൊണ്ട് അടിപ്പുകഴ്ത്തിയും കണ്ടീലവാട്ടം ഒരുത്തനുമേതുമേ. അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നു കൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചതർക്കതനയനു വിഗ്രഹം. സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമൂടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടി പ്രകരങ്ങളേൽക്കയാൽ
സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നത് കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വൃക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷപിണ്ഡം പറഞ്ഞാശു മാകേന്ദ്രമാസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്യുതന്മാർ അയച്ചരുളിയിടിനാൻ ചെന്നത് ബാലിതൻ മാറിൽ തറച്ചൊളോ നലങ്ങലറി വീണീടിനാൻ ബാലിയും ഭൂമിയും ഒന്നു വിറച്ചു നന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുത്സുതൻ മോഹം കലർന്നു ഊർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടാൻ ബാലിയും കാണായിതക്രേ രഘുത്തമനെത്തതാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ നാടവും ദക്ഷിണഹസ്തേ ധരിച്ച ദ്രവാണിയിൽ ചാപവും ചീരവാസനവും തൂണീരവും മൃദുസ്മേരവദനവും ചാരുജടാമുഴം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചാർവായുധങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദലക്ഷവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസ കണ്ടു ഗർഭിച്ചു പറഞ്ഞതു ബാലിയും ഉണ്ടായ കോപഖേദാകുല ചേതസ എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടു ചിന്തിക്ക രാജഗുരുഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കണമേവനും എന്തോന്ന് സുഗ്രീവനാ കൃതമായതും എന്തു മറ്റന്നാൾ കൃതമല്ലാഞ്ഞതും രക്ഷോപരന്തവ പത്നിയെ കട്ടതിനർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാനെ എന്നെ എന്നാകിലോ വിക്രമം നാമകം കേട്ടറിയുന്നീലേ ആരുമറിയാഞ്ഞു മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടാചലത്തോടും ശങ്കാവീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തികെ വെച്ചു തൊഴുതേനു യാതരാൾ ധർമ്മിഷ്ഠനെന്നു ഭവാനി ലോകത്തിങ്ക നിർമ്മലന്മാർ പറയുന്നു രഘുപതേ ധർമ്മമെന്തോന്നു ലഭിച്ചത് അതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറക നീ വാനരമാംസം അപക്ഷമത്രേ ബത മാനസേ തോന്നിയതെന്തിതു ഭൂപതേ ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായരുൾ ചെയ്തു രഘുത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീളെ ഞാൻ പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതുമിടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ വേദമില്ലെന്നല്ലോ വേദവാക്യം നതും ചേതസിമോകാൽ പരിഗ്രഹിക്കുന്നവൻ പാപികൾ വെച്ചുമേറ്റം മഹാഭാവി താപമവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചതാ ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാൽപാനി നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായലവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും ഇത്തമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്നിച്ചു ചൊല്ലിനാൽ ഇത്തം നമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിൻ തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം നിൻ തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തികെ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന് യോഗം വന്നതാകന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാമഭി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ നിന്തിരുനാമം നരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടൻപോട് നിന്നുടെ സായകം കൊണ്ട് മരിപ്പാൻ അവകാശം ഇക്കാലം ഉണ്ടായത് എന്നുടെ ഭാഗ്യാതിരേകം ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര നാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരതാത്മജനായി ജനിച്ചു ഭവാൻ
പത്മജൻ മുന്നമർത്തിക്കയാൽ എന്നതും പത്മവിലോചന ഞാനറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും. എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ, എന്നോട് തുല്യബലനാകും അങ്കദൻ. തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കത്തനയനും അങ്കദപാലനും ഒക്കെ എനിക്കൊന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹോപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്ര വൃന്ദുരാവയായുള്ളോരും ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മനാബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഘം ഭയത്തോടോടി വേഗേന പുക്കിതു കിഷ്കിന്ധയായ പുരാജിരെ ചൊല്ലിനാൻ താരയോടാശു കവികളും. സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ ശ്രീരാമ സായകമേറ്റുരണാജിരെ. താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു കോപിച്ചു കൊൽക കിഷ്കിന്ധാമകാപുരം. മന്ത്രികളോട് നിയോഗിക്ക നീച്ച പരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചതു കേട്ടോരു താരയും ഓലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു കൽഗതവാച പറഞ്ഞു പലതരം. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃഥാ. ഭർത്താവ് തന്നോട് കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം കരഞ്ഞവൾ ചെന്നു തൻ രക്തമാംസുക്കൾ അണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളെ പരം കണ്ടു മോഹം പൂണ്ടു. പുത്രനോടും കൂടെ ഏറ്റവും വിവശയായി വീണിതു ചെന്നു പാതാന്തികേ താരയും കേണു തുടങ്ങിനാൾ. പിന്നെ പലതരം ബാണമൈ തന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥനു പൊറാ പിരിഞ്ഞാലടോ എന്നെ പതിയോടും കൂടെ അയക്കിലോ കന്യകാദാനബലം നിനക്കും വരും. ആരനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാഭിയോഗജ ദുഃഖം രഘുപതേ. വ്യഗ്രവും തീർത്തു രുമയുമായി വാഴ്ക നീ സുഗ്രീവരാജ്യഭോഗങ്ങളോടും ചിരം. ഇത്തം പറഞ്ഞു കരയുന്നതാരയോട് ഉത്തരമായരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ ബന്ധമില്ലേതുമിതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ തന്നെ പരമാർത്ഥം എന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം മാംസരക്താസ്തി കൊണ്ടടോ നിശ്ശേഷം കാഷ്ടതുല്യം ദേഹമോർക്ക നീ. നിശ്ചയം ആത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേളൽ. അല്ലലുണ്ടായതു നിരച്ചേതുമേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ. ദുഃഖ വിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷ ക്ലീവഭേദങ്ങളുമില്ല. താപശീതാദിയ ഒന്നുമില്ലെന്നറിക നീ. സർവകൻ ജീവനേകൻ ഭരണത്വയനവ്യൻ ആകാശതുല്യനേവകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചതു പിന്നെയും. നിശ്ശേഷ്ട കാഷ്ടാതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യമായതു ജീവനും. ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളത് ഒക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവ് ദേഹേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്തനാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തികയില്ലടോ. നാനാവിഷയങ്ങളെ ധ്യായമാനനം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാകം നിജ സ്വപ്നേ യഥാതഥ സത്യമായുള്ളത് കേട്ടാലുമെങ്കിലും നൂനമനാദ്യ വിദ്യാബന്ധഹേതുന താനാം അഹങ്കൃതിക്കാചുതൽക്കാര്യമായി സംസാരമുണ്ടം അപാർത്ഥകന്മായതും. സംസാരമു രാഗശേഷാദിസങ്കുലം മാനസം സംസാര കാരണമായതും. മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മസൽകൃത ബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തത്വർണമായി വരും. വസ്തുതയാ പാർക്കലില്ല തജ്ഞനാ വിത്തെ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി.
ബുദ്ധീന്ദ്രിയാദി സാമീപ്യം ഉണ്ടാകയാലെത്തും ആത്മാവിനു സംസാരവും ബലാൽ ആത്മസ്വലിംഗമായ ഒരു മനസ്സിനെ താല്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആദോപനോ ഗുണൻ സൃഷ്ടോ തതസ്തത വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാൽ എങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവനന്യൂനമാനാദ്യ വിവശം പ്രാപിച്ചുദിഷ്ടത്യഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായേത ഭൂയോത എടിയന്ത്രവത്സദാ മായാബലത്താൽ ആർക്കൊഴിക്കാമെടോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസി സൽസംഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോളും അന്മതി വിഷയാദൃഢം ശ്രദ്ധയുമുണ്ടം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ സൽഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയമന പ്രാണാദികളിൽ നിന്നഹന്ത വേറൊന്നു നൂതമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം നിത്യമറിയുമ്പോൾ മുക്തനാം അപ്പോഴേ സത്യം അയോദിതം സത്യം അയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസ് സംസാര ദുഃഖം അവനില്ല. നീയും മായാപ്രോക്തമാർത്ഥ വിശുദ്ധയായി മായാവിമോകം കളകമനോഹരേ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനി കളയാലും അശേഷം നീ അധ്രുവമീദൃശം ധ്യാനിച്ചുകൊള്ളുകയും ആത്മജനത്തെ വിചാരിച്ചുകൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം കൊണ്ടു വണങ്ങിനാൻ. മോഹമകന്നു തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാൽ ആത്മബോധേന ജീവൻ മുക്തയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോടും കാൽക്ഷണം സംഘമാത്രേണതാരയും ഭക്തി മുഴുത്തിട്ട് അനാദിബന്ധം തീർന്നു. മുക്തയായ ആളൊരു നാരി എന്നാകിലും വ്യക്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞിതു. സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു. വിജ്ഞാനമോട് അതിസംസ്ഥനായാൻ തുലോം സുഗ്രീവനോടു അരുൾ ചെയ്താനന്തരമഗ്രപുത്രൻ അങ്കദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദ്യ കർമ്മങ്ങളെ പുണ്യാകപര്യന്തമാകന്ത ചെയ്യുക നീ. രാമാജ്ഞയ തെളിഞ്ഞാച്ചു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കി തുടങ്ങിനാൻ. സൗമ്യയായുള്ള ഒരു താരയും പുത്രനും ബ്രാഹ്മണരും പുരമാത്യപ്രധാനിയും പൗരജനങ്ങളുമായി നിർവേന്ദ്രോചിതം ഭേരി മൃദംഗാദി വാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത്. സ്നാത്വാജകാമരകൂത്തമ സന്നിധോ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജം അന്തർമുത പറഞ്ഞാൻ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണം ഇനി പൂജനാകും തിരുവടി സാദരം ദാസനായുള്ളോരടിയനെ നിത്യവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേശാദേ പാദമത്മദ്വയം സേവിച്ചുകൊള്ളുവൻ. ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചറു ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാൻ ഇതിലൊരു സംശയം പ്രീതനായി പോയാലും ആശുമമാജ്ഞയ രാജ്യാധിപത്യം നിനക്കു തന്നേനിനി പൂജ്യനായി ചെന്ന് അഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പോവുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ. സാമർത്ഥ്യമുള്ള കുമാരന് പിന്നെ നീ യവരാജ്യാർത്ഥം അഭിഷേകം ചെയ്ത പ്രഭോ. സർവമധീനം നിനക്കു രാജ്യം സഹേ ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചുകൊള്ളുക നീ. അദൃശ്യകരെ വസിക്കുന്നതുണ്ടു ഞാൻ അധ്യപ്രവധി ചാതുർമാസ്യമാകുലാൽ. പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്നുങ്കിതാനിരിപ്പേടമറിഞ്ഞു വന്നെന്നോട് ചൊല്ലുകയും വേണം മമ സഖേ.
അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈസമം രാഘവൻ തന്നോട് അനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരിപുക്കഭിഷേകവും ചെയ്തു. വന്നിതു രാമാന്തികെ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണാക്കെ ഗിരവ് സാദരം ചെന്നു കരേറി രഘുത്തമൻ ഉന്നതമൂർധശിഖരം പ്രവേശിച്ചു. നിന്ന നേരം ഒരു ശഖുരം കാണായി സ്ഫാടിക ദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവനോജ്വലം നാദ പരിഷയിതം ആപവാരണം പാദപവൃന്ദ ഫലമൂല സഞ്ചിതം തത്രൈവ വാസായ രോജയം മാസ സൗമിത്രിണ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാദി ഭക്തജനം തഥാ മർത്യവേഷം കൊണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാദി രൂപം ധരിച്ചന്വയം പക്ഷിത്വജനെ ഭജിച്ചു തുടങ്ങിനാർ. സാവരജംഗമജാതികളെ വരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ജയ.